നമ്മുടെ ഇന്നലെ വലിയ ജനകീയമായ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയോടുകൂടി അല്ലെ അവരെ സാക്ഷി നിർത്തി ഇന്നലെ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേറി വലിയ പ്രഖ്യാപനങ്ങൾ വന്നു. പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് എന്നൊരു സന്ദേശം നൽകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വന്നത്. പക്ഷേ വലിയ ആഘോഷത്തോടെ സന്തോഷത്തോടെ അധികാരത്തിലേക്ക് വന്നിട്ടും ഈ വകുപ്പ് വിഭജനം ഒരു കീറാമുട്ടിയായി തന്നെ അവിടെ നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രിമാരുടെ ഓഫീസുകൾ അനുവദിച്ചെങ്കിലും അവരുടെ വകുപ്പുകൾ ഏതെന്ന കാര്യത്തിൽ ചിലരുടെ കാര്യത്തിലെങ്കിലും സംശയം ബാക്കി നിൽക്കുകയാണ്. വകുപ്പ് വിഭജനത്തിൽ തട്ടിത്തടഞ്ഞ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം വരുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇതുവരെ നടപ്പായിട്ടില്ല. കോൺഗ്രസിലെ സീനിയർ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീർപ്പാകാത്തതിന് പുറമെ മുസ്ലിം ലീഗുമായും തർക്കമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുത്ത ലീഗ് പകരം ഫിഷറീസ് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഫിഷറീസ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. വിവരങ്ങൾ നൽകാൻ അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അജ്മൽ ദിറാർ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ വളരെ ആഘോഷത്തോടെ കഴിഞ്ഞ ദിവസത്തെ സത്യപ്രതിജ്ഞയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴും ഈ 20 മന്ത്രിമാരുടെ കാര്യത്തിൽ, എല്ലാവരുടെയും കാര്യത്തിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഏതൊക്കെ മന്ത്രിമാർക്ക് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇനിയും ചർച്ചകൾ വേണ്ടിവരുമെന്നാണോ? അമൃത, ഗോകുൽ, ഗുഡ് മോർണിംഗ്. രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിയാണ് 10 വർഷത്തിന് ശേഷം ഒരു UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള 21 മന്ത്രിമാരും ഒരു UDF മന്ത്രിസഭയിലെ 20 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് UDFൻ്റെ 60 വർഷത്തെ ചരിത്രത്തിനിപ്പുറം വീണ്ടും ഒരു റെക്കോർഡായി ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വലിയ റെക്കോർഡുകളിട്ട് ലക്ഷങ്ങളെ സാക്ഷിയാക്കി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ അധികാരമേൽക്കുമ്പോഴും സർക്കാരിന് മുമ്പിൽ തുടക്കത്തിലുള്ള 2 പ്രതിസന്ധികളെന്ന് പറയുന്നത്, ഒന്ന് ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രധാന പ്രതിസന്ധി മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അവരുടെ വകുപ്പുകളിൽ ഇപ്പോഴും അവർക്കൊരു വ്യക്തതയില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ പ്രധാന പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നത്, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിനു ശേഷം, ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ 5 ഗ്യാരണ്ടികളായി, ഇന്ദിരാ ഗ്യാരണ്ടികളായി പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളിലെ 2 പ്രധാന വാഗ്ദാനങ്ങൾ ഇന്നലെ തന്നെ അടുത്ത ദിവസങ്ങൾ തന്നെ നടപ്പിലാക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട, ഈ KSRTC വകുപ്പുമായി ബന്ധപ്പെട്ട് ആർക്കാണ് അതിൻ്റെ ചുമതലയുള്ളത്, ഏതൊക്കെ സ്ത്രീകൾക്കാണ് ഈ ബസ്സിൽ സൗജന്യമായി യാത്ര നൽകുന്നത്, ഏതൊക്കെ ബസ്സുകളാണ് ഇതിനെ തിരഞ്ഞെടുക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം പ്രഖ്യാപിക്കേണ്ടത് സ്വാഭാവികമായും ഗതാഗത വകുപ്പാണ്. പക്ഷേ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്ന സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെയാണ് ആശാ വർക്കർമാർക്ക് ശമ്പള വർധന സർക്കാർ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിന് കീഴിൽ വരുന്ന ആശാ വർക്കർമാരുടെ ഈ പറയുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആരോഗ്യ വകുപ്പ് മന്ത്രി ആരെന്നുള്ളത് പലരുടെയും പേരുകൾ സൂചനകളായി ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ഒരു വിജ്ഞാപനമായി പുറത്തു വരുന്ന സ്ഥിതി ഇപ്പോഴും ഒരു ദിവസം പൂർത്തിയാകാൻ പോകുമ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതിൽ പ്രധാനമായി തട്ടി നിൽക്കുന്നത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഈ വകുപ്പ് വിഭജനത്തിൽ ഫിഷറീസ് വകുപ്പ് എല്ലാ കാലത്തും കൈകാര്യം ചെയ്തിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ ഇത്തവണ അത് ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് കൈമാറുമെന്ന് കോൺഗ്രസ് അറിയിക്കുമ്പോഴും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് ഫിഷറീസ് വകുപ്പ് ലഭിച്ചാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് കോൺഗ്രസിന് കൈമാറൂ എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ചർച്ചയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന UDFിലെ മറ്റ് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടും ഇത്തരം വകുപ്പുകളുടെ വിഭജനം അത് എത്രത്തോളം പൂർത്തിയായി എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. നിലവിൽ ഈ PC വിഷ്ണുനാഥിന് സഹകരണ വകുപ്പ്, ബിന്ദു കൃഷ്ണയ്ക്ക് കൃഷി വകുപ്പ്, അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ വകുപ്പാണ്, T സിദ്ദിഖിന് കൃഷി വകുപ്പ്, ഇങ്ങനെ പലരുടെയും പേരുകൾ, അനൂപ് ജേക്കബിന് സിവിൽ സപ്ലൈസ് വകുപ്പ്, ഇങ്ങനെ പലരുടെയും പേരുകളിൽ പലതരത്തിലുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ തന്നെ നമുക്കറിയാം, മന്ത്രിസഭ അധികാരമേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവുക പെട്ടെന്ന് തന്നെ അവരവരുടെ വകുപ്പുകൾ വേർതിരിക്കുക, ആ മന്ത്രിമാർ പുതിയ പ്രഖ്യാപനങ്ങളുമായി കളം പിടിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലേക്കുള്ള പുതിയ പ്രഖ്യാപനങ്ങളും പുതിയ ഉത്തരവുകളുമായി മന്ത്രിമാർക്ക് കളം പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിലവിലുള്ളത് ഇത്തരത്തിലൊരു വകുപ്പ് വിഭജനത്തിൽ തട്ടി നിലനിൽക്കുന്ന പ്രതിസന്ധിയാണ്. അതുടൻ പരിഹരിച്ച് ഈ ഒരു അനിശ്ചിതാവസ്ഥ എന്താണ്, ഏതൊക്കെയാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ എന്നതിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമൃത, ഗോകുൽ. അജ്മൽ, ഒരു കാര്യം, ഇന്നലെയും ലത്തീൻ സഭയുമായി വി ഡി സതീശൻ നേരിട്ടെത്തി സഭ ആസ്ഥാനത്തെത്തി മുതിർന്ന പിതാക്കന്മാരെ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു.
എം വിൻസെന്റിന്റെ കാര്യത്തിൽ സഭയുടെ നിർദ്ദേശം കോൺഗ്രസ് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അത് നടപ്പാക്കാനായില്ല. പിന്നീട് ആവശ്യപ്പെട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അനുനയം എന്ന് പറയുന്നത് കടലിനെ അറിയുന്ന, അവരുടെ വികാരം മനസ്സിലാക്കുന്ന ഒരാൾ വേണമെന്നതാണ്. ആ ഒരു സമ്മർദ്ദം കൂടി, അല്ലെങ്കിൽ അത്തരത്തിൽ ലത്തീൻ സഭയുടെ ഒരു പിണക്കം പരിഹരിക്കുന്ന കൂടി മുന്നിൽ നിൽക്കുന്നുകൊണ്ടാണോ ഈ ഫിഷറീസ് വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യമാകാത്തത്? ഗോകുൽ, ഈ തീരദേശ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ ഏറ്റവും കൂടുതൽ പഴികേട്ട വിഷയം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ തീരദേശ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ ആ വകുപ്പ് തന്നെ ഒരു പരാജയമായിരുന്നു എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും അധികാരത്തിലെത്തുക, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള തെക്കൻ ജില്ലകളിൽ ഈ തീരദേശ മേഖലകളിലെ ലത്തീൻ വിഭാഗക്കാരുടെ വോട്ട് എന്ന് പറയുന്നത് അതൊരു വലിയ വോട്ട് ബാങ്ക് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും ആ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി വരാത്തതിനെ ലത്തീൻ സഭ ചോദ്യം ചെയ്തതും അവരുടെ വികാരം, സ്വാഭാവികമായ ഒരു വികാരം മുഖ്യമന്ത്രിയെ തന്നെ ഇന്നലെ അറിയിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായത്. സ്വാഭാവികമായും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി, അത് സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്നുണ്ടാവുക എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്നുള്ളവരും അതോടൊപ്പം തന്നെ ലത്തീൻ സഭ വിശ്വാസികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ ലത്തീൻ സഭയുടെ ആവശ്യപ്രകാരവും അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ ഒരു പൊതുവികാരവും ഈ ഫിഷറീസ് വകുപ്പ് ഈ പറയുന്നത് പോലെ കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലം വന്നതിന് ശേഷം ഈ മന്ത്രിമാരുടെയൊക്കെ പ്രഖ്യാപനം നടത്തുമ്പോഴും ലീഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞത് വകുപ്പുമായി ബന്ധപ്പെട്ട വിവേചനാധികാരം അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ്. സ്വാഭാവികമായും അത് പ്രഖ്യാപിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോഴും ഇതിനുള്ളിലെ ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് അത് നൽകുന്ന സൂചനയും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഫിഷറീസ് വകുപ്പ് ഇപ്പുറത്തെ ലീഗിന് കൈമാറുകയാണ് എങ്കിൽ മാത്രമാണ് ലീഗ് ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന് കൈമാറാമെന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം സ്വാഭാവികമായി ഇപ്പുറത്ത് കോൺഗ്രസ് കിട്ടണമെങ്കിൽ ഈ ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിലുള്ള ഈ നിൽക്കുന്ന ഒരു അനിശ്ചിതത്വം ഈ ഉടൻ തന്നെ പരിഹരിക്കേണ്ടത് കൂടി ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യകതയായി നിലനിൽക്കുന്നുണ്ട്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.